ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ കാന്തപുരത്തിൻ്റെ സമ്മേളനത്തിൽ ആ പറഞ്ഞ പദം പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ അദ്ദേഹം ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, അത് അവിടെ പറയാൻ പാടില്ല. കാരണം അവിടെ ഇരിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട 10,000-കണക്കിന് ആളിരിക്കുന്ന സ്ഥലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണല്ലോ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലും മതേതരവാദി ഇന്ത്യയിലുണ്ടോ? ഉണ്ടോ? നിങ്ങളടുത്ത് പരിശോധിക്കുക. ഏത് പ്രതിസന്ധിയിലാണ് മൈനോറിറ്റിയുടെ കൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിൽക്കാഞ്ഞത്? എല്ലാ ഘട്ടത്തിലും നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരു രാഷ്ട്രീയ നേതാവല്ലേ. ഇവിടെ വർഗീയ കലാപങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് കേരളം നടക്കുന്നില്ല. ആ വർഗീയ കലാപം നടന്ന ആരുടെ കാലത്താണ്? ആ വർഗീയ കലാപം നടന്ന മാറാടക്കം ധൈര്യമായി പോയി ജനങ്ങളെ ഏകോപിപ്പിച്ച് ഐക്യപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രിയല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ എന്തിന് ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ, എന്തിന് സുകുമാരൻ നായർ സാറിനെ ഉപയോഗിക്കുന്നു? അതാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പം നിങ്ങൾ പറയുന്ന ഈ പദം കേരളത്തിലെ RSSന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റും. കാരണം ഭൂരിപക്ഷ വർഗീയതയെ നിങ്ങൾ എതിർത്ത് ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ സഹായിക്കുന്നു. ആ ഭൂരിപക്ഷ വർഗീയത എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുമ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ അണിനിരക്കുന്ന സാഹചര്യമുണ്ട്. അത് കാസർഗോഡ് കണ്ടു. ഇത് കേരളത്തിൽ ആവർത്തിക്കാനിടയുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ ദുരന്തം ഞാൻ പറഞ്ഞപ്പോൾ അതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്? ഇതാണ് എൻ്റെ വസ്തുത. പക്ഷെ താങ്കൾ പറഞ്ഞത് കാസർഗോഡ് മാത്രമല്ല, താങ്കൾ പറഞ്ഞത് കാസർഗോഡും ഒപ്പം മലപ്പുറം ജില്ലയിലും ജയിച്ചവരുടെ പേര് നോക്കണം. അത് നോക്കണം. ഞാൻ പറഞ്ഞത് എന്താ? മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മതേതരത്വം പറഞ്ഞ CPM-ന്റെ ഒറ്റാളി ജയിച്ചു. അതായത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് CPM-ൽ മത്സരിച്ച പൊന്നാനി പോലും ഞങ്ങൾ തോറ്റു. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് മതേതരത്വം പറയുന്ന ഞങ്ങൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. മതേതരത്വം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവിടെ ജയിക്കണ്ടേ, ഒരു സീറ്റ് ജയിക്കണ്ടേ? ഞങ്ങൾ ജയിക്കാഞ്ഞപ്പോൾ അവിടെ ജയിച്ചത് ലീഗിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അല്ലെ, ലീഗാണ് ജയിച്ചത്. അപ്പോൾ വർഗീയതയോട് സമരസപ്പെട്ടു പോകുന്ന സമീപനം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നു, അല്ലെ വളർന്നു വരുന്നു എന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ വെച്ചത്. അത് ചർച്ച ചെയ്യപ്പെടാം. അത് ചർച്ച ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട. അത് വേറൊരു വിധത്തിൽ ടെസ്റ്റ് ചെയ്യേണ്ട. ഞാൻ ഏതെങ്കിലും ഞാൻ അങ്ങേറ്റം മതേതരവാദിയാണ്. ഞാൻ ഈ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത അങ്ങേറ്റം എതിർക്കുന്ന ആളാണ്. നിഷ്പക്ഷമായി ജനങ്ങൾ ഏകോദര സൗരങ്ങളെപ്പോൾ ജീവിക്കണം. ഇവിടുത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കണം. ആ ജീവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടി BJPയുടെ ഭാഗത്തു നിന്നോ, അല്ലെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നോ, അല്ലെ ലീഗിൻ്റെ ഭാഗത്തു നിന്നോ, അല്ലെ ജമാഅത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നോ വരുന്നു. അത് അപകടമാണെന്നാണ് ഞാൻ പറഞ്ഞത്.